നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ അടുത്ത ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 13ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, ന്യൂക്ലിയൈ. ഓക്കെ, ആറ്റംസ് എന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ട് കൺസിഡർ ചെയ്യാം ഈ ചാപ്റ്റർ. കഴിഞ്ഞ മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും, അതായത് കഴിഞ്ഞ 12 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി പ്രയോജനപ്പെടുത്തുക. തുടർന്നുള്ള ക്ലാസ്സുകൾ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുന്ന റിവിഷൻ ക്ലാസ്സുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റേഡിയോ ആക്ടിവിറ്റി ആൻഡ് ന്യൂക്ലിയർ എനർജി, ഈ 2 ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് എ ന്യൂക്ലിയസ്? ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ഓഫ് ദി ആറ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. And you know that protons are positively charged and neutrons are chargeless. ഒരു ന്യൂക്ലിയസ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? സപ്പോസ് യു ഹാവ് എൻ എലമെൻറ്റ് എക്സ് എന്ന എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ZXA. ഓക്കെ, വേർ Z is the atomic number. Atomic number means number of protons in the nucleus. Then A is the mass number. Mass number എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. പ്രോട്ടോൺസിൻ്റെ മാത്രം എണ്ണമാണ് അറ്റോമിക് നമ്പർ. ഇനി റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂക്ലിയർ ഫിനോമിനൻ. വാട്ട് യു മീൻ ബൈ ന്യൂക്ലിയർ ഫിനോമിനൻ? ഇറ്റ്സ് എ ഫിനോമിനൻ എക്സിബിറ്റഡ് ബൈ എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് പ്രകടിപ്പിക്കുന്ന ഒരു ഫിനോമിനനാണ് റേഡിയോ ആക്ടിവിറ്റി. നമുക്കറിയാം, ഓൾമോസ്റ്റ് ഓൾ ദി എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ദി ന്യൂക്ലിയൈ ആർ സ്റ്റേബിൾ ഇൻ ദ യൂണിവേഴ്സ്. മിക്ക ന്യൂക്ലിയയും സ്റ്റേബിളാണ്. പക്ഷേ ദർ ആർ സം അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ്, ഹെവി അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായി ചില റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലായി. ഓക്കെ, ഹെൻറി ബെക്കറലാണ് ഈ ഒരു ഫിനോമിനൻ കണ്ടെത്തിയത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി. സോ വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി? നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം റേഡിയോ ആക്ടിവിറ്റി? ഇറ്റ് ഈസ് ദി സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻസ് ഫ്രം എ ഹെവി ന്യൂക്ലിയസ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. അതായത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായി റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഇറ്റ് ടേക്സ് പ്ലേസ് സ്പോണ്ടേനിയസ്ലി, വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. There are 3 types of radioactive decay: alpha decay, beta decay and gamma decay. ഇത് മൂന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ വിൽ കൺസിഡർ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ. റേഡിയോ ആക്റ്റീവ് ഡീക്കേ സംബന്ധിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the rate of decay of a radioactive material at any instant is proportional to the total number of nuclei present in the sample at that instant. അതായത് rate of decay proportional to the number of nuclei. ഓക്കെ, അതായത് എത്രമാത്രം ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ് അതിനനുസരിച്ചിട്ട് അതിനോട് പ്രപ്പോർഷനായിരിക്കും റേറ്റ് ഓഫ് ഡീക്കേ ഓർ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. അത് മാത്തമാറ്റിക്കലായിട്ട് എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി പ്രപ്പോർഷണൽ ടു എൻ. ഓക്കെ, വേർ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ അണ്ടർഗോയിങ് ഡീക്കേ ഇൻ ഡെൽറ്റ ടി ടൈം ഇൻ്റർവൽ. അപ്പോൾ റേറ്റ് ഓഫ് ഡീക്കേ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി proportional to n. n is the total number of nuclei present at that instant. So delta n by delta t proportional to n, or delta n by delta t equal to lambda into n, where lambda is a constant known as radioactive decay constant or disintegration constant. If we consider a small interval of time, delta t tends to 0, then the equation can be written as dn by dt equal to minus lambda n. Negative sign shows that as time goes on, the number of radioactive sample, the nuclei in the radioactive sample decreases. Okay, so we'll get dn by dt equal to minus lambda n. Now this equation can be rearranged as dn by n equal to minus lambda dt, or integrating that equation
ln n ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് സി. നമുക്കറിയാം dn/n ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ln n log n ആണ് ln n ടു ദ ബേസ് e. So ln n equal to minus lambda t plus c. Let that equation be equation number 1. Now to find out the constant of integration c, we will apply a condition, that is at t equal to 0, n equal to n0. അതായത് നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ ആണ് n0. t equal to 0 ആകുമ്പോൾ n equal to n0 ആണെന്ന് വിചാരിക്കുക. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ln n0 equal to minus lambda into 0, t ക്ക് 0 ആണ്, plus c. So you'll get c equal to ln n0. Okay, so let it be equation number 2. c equal to ln n0 എന്നുള്ള ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 2 substitute it in equation number 1. Okay, equation number 1 ln n equal to minus lambda t plus c. അപ്പോൾ 2 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യുൽ ഗെറ്റ് ln n ഈക്വൽ ടു മൈനസ് ലാംഡ ടി പ്ലസ് ln n0 ഓർ മൈനസ് ലാംഡ ടി ഈക്വൽ ടു ln n മൈനസ് ln n0, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ലാംഡ ടി ഈക്വൽ ടു ln n ബൈ n0, ln a മൈനസ് ln b ln a ബൈ b എന്ന് എഴുതാം. ഓക്കെ, ലോഗരിതത്തിൻ്റെ റൂളാണത്. Or we can write it as ln n by n0 equal to minus lambda t or n equal to n0 e raised to minus lambda t. Okay, n by n0 equal to e raised to minus lambda t or n equal to n0 e raised to minus lambda t. That means the number of radioactive nuclei present at any instant t can be written as n of t. ഓക്കെ, ഏതൊരു സമയത്തെയും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്തുള്ള റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയയുടെ എണ്ണം n of t ഈക്വൽ ടു n0 e raised to minus lambda t, where n0 is the number present at initial time t equal to 0, lambda is the decay constant and t എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം. ഓക്കെ, ദിസ് ഈസ് ദി ലോ ഓഫ് radioactive decay. Now we'll consider another form of law of radioactive decay. So we'll start with the equation n equal to n0 e raised to minus lambda t. Differentiate both sides. You'll get dn by dt equal to n0 into n0 constant ആണ്, so പുറത്തേക്ക് എടുത്തു, d by dt of e raised to minus lambda t. dn by dt can be denoted by r. Okay, that is n0 e raised to minus lambda t, that is minus lambda e raised to minus lambda t. Okay, d by dt of e raised to minus lambda t is minus lambda e raised to minus lambda t. Then you will get r equal to lambda n0 e raised to minus lambda t. Lambda is a constant, n0 is a constant, lambda n0 can be denoted by r0, so you will get r equal to r0 e raised to minus lambda t. That is the new equation. This is another form of law of radioactive decay. അതിൽ ശ്രദ്ധിക്കേണ്ടത് r എന്ന് പറയുന്നത് എന്താണ്, r equal to minus dn by dt and it is the total decay rate. Okay, r is the total decay rate equal to minus dn by dt and r0 equal to lambda n0. So we can write r equal to lambda n. R is also known as activity of the sample. SI unit of activity is becquerel. 1 becquerel is equal to 1 disintegration or decay per second. Another unit is curie. 1 curie equal to 3.7 into 10 raised to 10 becquerel or 3.7 into 10 raised to 10 decays per second. Now we'll define half-life. Half-life of a radioactive sample is the time taken by the sample to reduce to half of the initial quantity. That if n0 is the initial number of nuclei present, ആ n0 എന്നുള്ള quantity n0 by 2 ആവാൻ എടുക്കുന്ന സമയത്തെയാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ t half and t half is equal to
0.693 ഡിവൈഡഡ് ബൈ ലാംഡ അല്ലെങ്കിൽ ln2 ബൈ ലാംഡ എന്ന് എഴുതാം. നമുക്ക് നേരത്തെ കിട്ടിയ ലോ ഓഫ് റേഡിയോആക്റ്റീവ് ഡീകെ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ഇക്വേഷനാണത്. അതായത് സ്മോൾ ടി അതിന് പകരം t½ എന്ന് കൊടുക്കുക, n-ന് പകരം n0/2 എന്ന് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് t½ is equal to 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. So equation shows that half-life is inversely proportional to the decay constant. Half-life is different for different radioactive substances, but for a given radioactive substance it is constant. Now see the graph. Along x-axis we have time and along y-axis number of undecayed nuclei. അതായത് എത്ര ന്യൂക്ലിയസ് ഡീകേ ആവാത്ത എത്ര ന്യൂക്ലിയസ് ഉണ്ടെന്നാണ് y-ആക്സിസിൽ നമ്മൾ എടുക്കുന്നത്. x-ആക്സിസിൽ ടൈം t½ 2 t½ 3 t½ എക്സെട്ര. നമുക്കറിയാം 1 t½ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ന്യൂക്ലിയായി ബാക്കി ഉണ്ടാവുന്ന ന്യൂക്ലിയായി n0/2 ആയിരിക്കും. 2 t½ 2 ഹാഫ് ലൈഫ് പീരീഡ് കഴിഞ്ഞാൽ n0/2ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ n0/4. 3 t½ കഴിഞ്ഞാൽ n0/4ൻ്റെ പകുതി, ദാറ്റ് മീൻസ് n0/8 ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇസ് മീൻ ലൈഫ് ഓർ ആവറേജ് ലൈഫ്. ഇറ്റ് ഈസ് ദി സം ഓഫ് ലൈവ്സ് ഓഫ് ഓൾ ന്യൂക്ലിയൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഇൻ ദ സാമ്പിൾ. എല്ലാ ന്യൂക്ലിയയുടെയും ടോട്ടൽ ലൈഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസൻറ്റ് ആൻഡ് വിൽ ഗെറ്റ് ടോ ഈക്വൽ ടു 1/λ. മീൻ ലൈഫ് അല്ലെങ്കിൽ ആവറേജ് ലൈഫ് ടോ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ടോ ഈക്വൽ ടു 1/λ. ഓൾസോ t½ is equal to ടോ ln2 അങ്ങനെ എഴുതാം. ടോയ്ക്ക് ടോ എന്ന് പറയുന്നത് 1/λ ആണ്. സോ t½ is equal to ടോ ln2. Now we'll consider alpha decay. Alpha decay is a process in which a fast moving helium nucleus is emitted from nucleus of a radioactive substance. അതായത് റേഡിയോആക്റ്റീവ് ആയിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഫാസ്റ്റ് മൂവിങ് ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനാണ് ആൽഫ ഡീകേ എന്ന് പറയുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 92U238 gives 90 thorium-234 plus 2He4. That is helium nucleus is emitted. The parent nucleus means ആദ്യം പ്രോസസ്സിന് മുമ്പ് ഉണ്ടായിരുന്ന ന്യൂക്ലിയസ്, ഇറ്റ് ഇസ് യുറേനിയം, ആൻഡ് തോറിയം ഇറ്റ് ഇസ് ദ ഡോട്ടർ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവും. Atomic number is decreased by 2, mass number is decreased by 4. കാരണം ഹീലിയം ന്യൂക്ലിയസ് ആണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഹീലിയം ന്യൂക്ലിയസിൽ 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ 2 പ്രോട്ടോൺസ് ഈ യുറേനിയത്തിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ പുതുതായി ഫോം ചെയ്ത ന്യൂക്ലിയസിൽ ഉള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം 90 ആണ്. സോ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2. അതുപോലെ മാസ് നമ്പർ, പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടുന്നതാണ് മാസ് നമ്പർ. ഹീലിയത്തിൻ്റെ മാസ് നമ്പർ 4 ആണ്. സോ 4 ഇസ് ഡിക്രീസ്ഡ്. അപ്പോൾ 238 എന്നുള്ളത് 234 ആയി. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇതാണ്, നമ്മൾ ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ZXA gives Z-2YA-4 plus 2He4. Okay, X is the parent nucleus and Y is the daughter nucleus. Daughter nucleus in the atomic number Z-2 ആണ്. Daughter nucleus in the mass number A-4 ആണ്. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. So in alpha decay process the atomic number decreases by 2 and mass number decreases by 4. The energy released in the process is known as the disintegration energy or the Q value of the reaction. Now we'll consider beta decay. രണ്ട് തരത്തിലുള്ള ബീറ്റ ഡീകേ പ്രോസസ് ആണുള്ളത്. ബീറ്റ മൈനസ് ഡീകേ ആൻഡ് ബീറ്റ പ്ലസ് ഡീകേ. In beta minus decay, an electron is emitted from the nucleus. In beta plus decay, a positron is emitted. Beta minus decay example നോക്കാം. 15p32 gives 16s32 plus E minus plus antineutrino. P ഫോസ്ഫറസ് ആണ്, എസ് സൾഫർ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇൻ ബീറ്റ ഡീകേ പ്രോസസ് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1 ആൻഡ് മാസ് നമ്പർ റിമെയിൻ സെയിം. ഓക്കെ, മാസ് നമ്പറിൽ ചേഞ്ച് ഒന്നുമില്ല. അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് സൈഡിൽ ഒന്ന് ഇലക്ട്രോൺ, ഇ മൈനസ് ഷോസ് ഇലക്ട്രോൺ ആൻഡ് അനദർ പാർട്ടിക്കിൾ കോൾഡ് ആൻറ്റി ന്യൂട്രിനോ ഇസ് ഓൾസോ എമിറ്റഡ്.
അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നാണ് എമിഷൻ നടക്കുന്നത്. ന്യൂക്ലിയസിൽ ഇലക്ട്രോൺസ് ഇല്ലല്ലോ, ന്യൂക്ലിയസിലുള്ളത് ന്യൂട്രോണും പ്രോട്ടോണും മാത്രമാണ്. അപ്പോൾ ഈ എമിഷന് മുന്നേ ബീറ്റ ഡി കെക്ക് മുമ്പ് ന്യൂക്ലിയസിൽ നടക്കുന്ന ഒരു കൺവേർഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ന്യൂട്രോൺ ഗിവ്സ് proton plus electron plus antineutrino. This conversion process takes place inside the unstable nucleus. Okay, neutron converts into a proton, electron and antineutrino. This electron is emitted from the nucleus. അപ്പോൾ അതുകൊണ്ടാണ് മാസ് നമ്പറിൽ ചേഞ്ച് ഇല്ല, കാരണം ന്യൂട്രോണിന് പകരം പ്രോട്ടോൺ ഉണ്ടായിട്ടുണ്ട്, മാസ് നമ്പർ സെയിം ആണ്. പക്ഷേ അറ്റോമിക് നമ്പർ ഒന്നുകൂടി ന്യൂട്രോണിന് പകരം ഒരു പ്രോട്ടോണും കൂടി വന്നതുകൊണ്ട് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. ഈ പ്രോസസ്സാണ് ബീറ്റ മൈനസ് ഡി കെ. In beta plus decay, positron is emitted. Example നോക്കാം. 11Na22 gives 10Ne22 plus E plus nu. So here atomic number decreases by 1, mass number remains same. For product side you have the new nucleus with atomic number less by 1, positron and neutrino. Okay. പോസിട്രോൺ ഉണ്ടാകുന്ന കൺവേർഷൻ പ്രോസസ്സ് നോക്കാം. പ്രോട്ടോൺ ഗീവ്സ് ന്യൂട്രോൺ പ്ലസ് പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോ. പ്രോട്ടോൺ ഇസ് ദർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോൺ കൺവേർട്സ് ഇൻ ടു എ ന്യൂട്രോൺ, എ പോസിട്രോൺ ആൻഡ് ന്യൂട്രിനോ. അപ്പോൾ അറ്റോമിക് നമ്പർ 1 കുറയാനുള്ള കാരണം അതാണ്, ഒരു പ്രോട്ടോൺ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ മാസ് നമ്പർ റിമെയിൻസ് സെയിം ബിക്കോസ് പ്രോട്ടോണിന് പകരം ഒരു ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാസ് നമ്പർ റിമെയിൻസ് സെയിം. ദെൻ പോസിട്രോൺ ആൻഡ് ന്യൂട്രിനോ. അപ്പോൾ ഈ രീതിയിലാണ് ബീറ്റ ഡി കെ പ്രോസസ്സ് നടക്കുക. രണ്ടിനും ഓരോ എക്സാമ്പിളും ആ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത് അറ്റോമിക് നമ്പറിനും മാസ് നമ്പറിനും എന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഗാമ ഡി കെ. ഗാമ ഡി കെ സംഭവിക്കുന്നത് വെൻ ദി ന്യൂക്ലിയസ് after the emission of alpha or beta decay, the nucleus will be in the excited state. അതായത് റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസ് ആൽഫ ഡി കെക്ക് അല്ലെങ്കിൽ ബീറ്റ ഡി കെക്ക് ശേഷം എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോൾ ദാറ്റ് ഡിഫറൻസ് ഇൻ എനർജി വിൽ ബി എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഗാമ റേസ്. ഈ രീതിയിലാണ് ഗാമ ഡി കെ സാധാരണ സംഭവിക്കുന്നത്. അതായത് ആൽഫ അല്ലെങ്കിൽ ബീറ്റ എമിഷന് ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സാണ് സാധാരണ രീതിയിൽ ഗാമ ഡി കെ. അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 27 cobalt 60. After beta minus decay, it will be in the excited state. അവിടെ നിന്ന് 1.17 MeV energy is emitted. Then it reaches the another excited level. Then again 1.33 MeV is emitted. Then it reaches the ground level. അപ്പോൾ ന്യൂക്ലിയസ് ബീറ്റ മൈനസ് ഡി കെക്ക് ശേഷം ഉണ്ടാകുന്ന ന്യൂക്ലിയസ് 28Ni60 ആണ്. ആ ഡിഫറൻസ് ഇൻ എനർജി 2 ഗാമ റേസ് ആയിട്ട് എമിറ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് റീച്ചസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. Next topic is nuclear energy. The energy released as a result of nuclear reaction is called nuclear energy. Nuclear reactionന്റെ ഫലമായിട്ട് റിലീസ് ചെയ്യുന്ന എനർജിയാണ് nuclear energy. Nuclear reactions, the energy released is of the order of mega electron volt. MeV അത്രയും ഉയർന്ന എനർജിയാണ് റിലീസ് ചെയ്യുന്നത്, മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് എനർജി. ദെൻ ദർ ആർ 2 types of nuclear reactions, nuclear fission and nuclear fusion. ഈ 2 തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ് ഉള്ളത്. ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ഹെവി അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഇൻ ടു 2 fragments with the release of very large amount of energy. വളരെ ഉയർന്ന എനർജി റിലീസ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ. അതായത് ഒരു ഹെവി അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഇറ്റ് സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു 2 ന്യൂക്ലിയായി. ഓക്കെ, കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള 2 ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. യുറേനിയം ന്യൂക്ലിയസ് വളരെ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്, അതുകൊണ്ട് തന്നെ അൺസ്റ്റേബിൾ ആണ്. ഇറ്റ് ഈസ് ബംബാർഡഡ് വിത്ത് ന്യൂട്രോൺ. ബംബാർഡഡ് മീൻസ് കൊളൈഡഡ് വിത്ത് ന്യൂട്രോൺ ആൻഡ് ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു 2 nuclei, barium, krypton, and there are 3 neutrons released.
So the equation is 0n1 plus 92u235 gives 92u236. It is an intermediate stage. Okay, 92u235 236 ആയിട്ട് മാറുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റി വളരെയധികം കുറയുന്നു. അൺസ്റ്റെബിലിറ്റി ആണ് ഉണ്ടാവുക. ഇറ്റ് ഇസ് അൺസ്റ്റേബിൾ. ദെൻ ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു 2 stable nuclei, barium and krypton, and there are 3 neutrons released. These released neutrons can cause fission again. ഈ റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോൺസിന് വീണ്ടും ഫിഷൻസ് നടത്താൻ കഴിയും. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഫിഷൻ നടക്കുമ്പോൾ, ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ there are 3 neutrons. These 3 neutrons cause fission in 3 other uranium nuclei. As a result, you will get 9 neutrons, and this process will go on. Okay, so it's a self-propagating പ്രോസസ്സ്. തനിയെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അത്തരത്തിലുള്ള പ്രോസസ്സിനാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുക. സോ ചെയിൻ റിയാക്ഷൻ ഇസ് എ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് പ്രോസസ്സ്. ഇറ്റ് കണ്ടിന്യൂസ് ബൈ ഇറ്റ് സെൽഫ്. അത്തരത്തിലുള്ള റിയാക്ഷനാണ് chain reaction. And the energy released in the fission of one uranium nucleus is of the order of 200 MeV. It is about 200 MeV. ആ ഒരു നമ്പർ ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ഫിഷൻ റിയാക്ഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണെന്നുള്ളത് 200 MeV ആണ്. ഈ ഒരു എക്സാമ്പിളും ഓർത്ത് വെക്കുക. There are 2 types of chain reaction: controlled chain reaction and uncontrolled chain reaction. Controlled chain reaction ആണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുക. Uncontrolled chain reaction is used in atom bomb. Now we'll consider the case of nuclear reactors. Nuclear reactors എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഈ വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് ഫിഷൻ പ്രോസസ്സിൽ. അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ന്യൂക്ലിയർ റിയാക്ടർ ചെയ്യുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, യുറേനിയം ആൻഡ് പ്ലൂട്ടോണിയം, ഈ 2 മെറ്റീരിയൽസാണ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക, യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. സെക്കൻഡ് പോയിൻറ്റ്, ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ് ഓർ ബെറീലിയം ഓക്സൈഡ് ആർ യൂസ്ഡ് ആസ് മോഡറേറ്റേഴ്സ് ടു സ്ലോ ഡൗൺ ദ ന്യൂട്രോൺസ്. ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ് ആണ് റിലീസ് ചെയ്യുക ഫിഷൻ പ്രോസസ്സിൽ. അത് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ, സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡറേറ്റേഴ്സ് യൂസ് ചെയ്യുക. എക്സാമ്പിൾസാണ് ഇപ്പോൾ തന്നത്. മൂന്നാമത്തെ പോയിൻറ്റ്, എനർജി റിലീസ്ഡ് ഇൻസൈഡ് ദ റിയാക്ടർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇറ്റ് ഈസ് റിമൂവ്ഡ് ബൈ കൂളൻസ്. എക്സാമ്പിൾസ് എയർ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. അതായത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വിൽ ബി റിലീസ്ഡ്. അത് റിമൂവ് ചെയ്യാനായിട്ടാണ് കൂളൻസ് ഉപയോഗിക്കുന്നത്. Then various types of intense rays are emitted from the reactor, and these rays are injurious for health. So to protect from the radiation, thick concrete walls are used around the reactor. Reactor as a whole thick concrete walls കൊണ്ട് ഉള്ള ബൗണ്ടറിയുടെ ഉള്ളിലായിരിക്കും to protect the surroundings from harmful radiations. Then cadmium rods are used in the reactor to control the rate of fission. അതായത് ധാരാളം ന്യൂട്രോൺസ്, കുറേ ഫിഷൻസ് നടക്കുമ്പോൾ ധാരാളം ന്യൂട്രോൺസ് ഉണ്ടാവും. ഈ ന്യൂട്രോൺസ് എല്ലാം ഫിഷൻ റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എനർജി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതൊരു എക്സ്പ്ലോഷനിലേക്കായിരിക്കും, ഡിസ്ട്രക്ഷനിലേക്കായിരിക്കും നയിക്കുക. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൺട്രോൾ ചെയ്ത് വേണം ഫിഷൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ. അങ്ങനെ ന്യൂട്രോൺസിൻ്റെ എണ്ണം കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനാണ് കൺട്രോൾ റോഡ്സ് എന്ന് പറയുക. സാധാരണ കാഡ്മിയം, ബോറോൺ പോലെയുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുക. In thermal reactors, energy is produced by the fission of U-235 by slow neutrons. Thermal reactors സ്പെഷ്യലായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് U-235 ആണ് ഉപയോഗിക്കുന്നത്, സ്ലോ ന്യൂട്രോൺസ് ഉപയോഗിച്ച്. ഇനി അടുത്ത പ്രോസസ്സ് നോക്കാം, ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് 2 light nuclei to form a heavy nucleus is known as nuclear fusion. ഇതും വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ഇൻ സ്റ്റാർസ്. സ്റ്റാർസിലൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർസിൽ നടക്കുന്നത് ഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ന്യൂക്ലിയ ഇൻ ടു ഹീലിയം. ഓക്കെ,
സാധാരണ സ്റ്റാർസിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ന്യൂക്ലിയർ ഇൻ ടു ഹീലിയം. ആ ഒരു പ്രോസസ്സ് നോക്കാം. 1H2 + 1H2 gives 1H3 + 1H1 plus 0.4 MeV of energy. Then 1H3 + 1H2 gives 2He4 + 0N1 plus 17.6 MeV. ഈ രണ്ട് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ ന്യൂക്ലിയായി 2 hydrogen nuclei combine to form a tritium 1H3. Then a tritium nucleus and a hydrogen nucleus combine to form helium nucleus. Okay, so that is a process of nuclear fusion, source of energy in stars. Very high temperature is required for the fusion process to take place. So this fusion process is also called thermonuclear reaction. സോ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. ആ ഒരു ഹൈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ ന്യൂക്ലിയർ ഫിഷൻ ബോംബ് വഴിയാണ് സാധിക്കുക. ആ ഹൈഡ്രജൻ ബോംബാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ബോംബ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബ് എക്സ്പ്ലോഷന് മുമ്പ് ഒരു ആറ്റം ബോംബിൻ്റെ എക്സ്പ്ലോഷനിലൂടെ വെരി ഹൈ ടെമ്പറേച്ചർ അക്വയർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.